ഹായ് ഗൈസ്, ഇന്ന് ചിങ്ങം 1. മലയാളിക്ക് ചിങ്ങമാസം പൊന്നോണ മാസമാണ്. വർണ്ണങ്ങളുടെ ദിനങ്ങൾ. തുമ്പയും മുക്കൂറ്റിയും തുടങ്ങി പൂവിടുന്ന ചെടികളെല്ലാം മാവേലി മണ്ണിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മാസം കൂടിയാണ് ചിങ്ങമാസം. കൊല്ലവർഷത്തിൻ്റെ പ്രഥമ മാസമാണ് ചിങ്ങം. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ചിങ്ങമാസം ഒരു പുതുവർഷ ആരംഭമാണ്. തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിൻ്റെ ദുരിതങ്ങളും പഞ്ഞവും മാറി ചിങ്ങപ്പുലരി ആഗതമാകുന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് മലയാളികൾക്ക് വരുന്നത്. കൂടാതെ ചിങ്ങമാസം 1-ാം തീയതി കേരളത്തിൻ്റെ കർഷക ദിനം കൂടിയാണ്. കാർഷിക സംസ്കാരത്തിൻ്റെയും ഓണത്തിൻ്റെയും ഗ്രഹാതുര സ്മരണകൾ ഓരോ ചിങ്ങമാസവും ഉണർത്തുന്നു. ചിങ്ങത്തെ മലയാള ഭാഷ മാസം എന്നും അറിയപ്പെടുന്നുണ്ട്. സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഇത്. മാസങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് നക്ഷത്ര രാശികൾക്കനുസരിച്ചാണ്. സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്രഗണനയെ സൂചിപ്പിക്കുന്നു. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിരത്തിരുന്ന ആ പഴയ കാലത്തിൻ്റെ ഗ്രഹാതുരത, മുറ്റത്ത് പൂക്കളത്തിൻ്റെയും ചന്തം, ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയും തുമ്പിയുള്ളലും ഓണസദ്യയും എല്ലാം നിറയുന്ന സമൃദ്ധിയുടെ കാഴ്ചകളാണ് ചിങ്ങമാസത്തിൽ നമ്മൾ കാണുന്നത്. മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മഹത്തായ കാർഷിക സംസ്കാരത്തിൻ്റെയും ഓണത്തിൻ്റെയും ഗൃഹാതുര സ്മൃതികളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം തരുന്നത്. സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം. മഴക്കോള് മാറി മാനം തെളിയുന്നതിൻ്റെ തുടക്കം വിളിച്ചോതുന്ന മാസം കൂടിയാണ് ചിങ്ങമാസം. ഈ ചിങ്ങമാസം നമ്മൾക്കെല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പൊന്നോണക്കാലമാവട്ടെ. ചിങ്ങമാസത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ ഷോർട്ട് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.